എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ നമ്മൾ ക്യാൻവ വഴി ഒരു PDF ഫയലിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് എങ്ങനെയാണെന്നാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളെ CV ആയാലും എന്തെങ്കിലും നമ്മളെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സൊക്കെ PDF ആയിരിക്കുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഈസി ആയിട്ട് ക്യാൻവ സോഫ്റ്റ്വെയർ വഴി നമുക്ക് PDF ഫയലിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഇതൊരു CV ആണ്, ഒരു PDF ഫയലാണ് CV. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം. നമ്മളെ ഫോട്ടോസോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും പ്രൊഫൈൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, PDF ഫയൽ നമുക്ക് ഉടനെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നമ്മൾ ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വേർഡ് ഡോക്യുമെൻറ്റ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ വേർഡ് ഡോക്യുമെൻറ്റ് പോയി എന്തൊക്കെ ആവശ്യമുണ്ടാകുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഈ ഒരു ഫയലിൽ നമുക്കിപ്പോൾ ഈ PDF ഫയലാണ്. ഈ ഒരു PDF ഫയലിനെ നമുക്ക് ക്യാൻവ വഴി എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള സിമ്പിൾ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ക്യാൻവ ഉപയോഗിക്കുക എല്ലാവർക്കും അറിയാം. ക്യാൻവ ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയാം. ക്യാൻവ സോഫ്റ്റ്വെയർ അത് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് canva.com ടൈപ്പ് ചെയ്യുക, അത് Gmail വഴി ലോഗിൻ ചെയ്യുക. ഓക്കെ, അതല്ലെങ്കിൽ ആപ്പ് വഴി ക്യാൻവ മൊബൈലൊക്കെ യൂസ് ചെയ്ത് ആപ്പ് വഴി ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്തിട്ട് Gmail വഴി ലോഗിൻ ചെയ്യുക. അതെല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഇവിടെ ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്ത് എന്നിട്ട് നമ്മൾ ആ PDF ഫയൽ എവിടെയാണോ, മൊബൈലിലാണ് മൊബൈൽ, അതിന് കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടർ, ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ ക്രിയേറ്റ് ബട്ടൺ ഉണ്ടാവും. ക്രിയേറ്റ് ബട്ടൺ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. എവിടെയാണോ ഫയൽ അതിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എവിടെയാണോ ഫയൽ കിടക്കുന്നത് ആ ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിവിടെ വരും, ക്യാൻവയ്ക്കകത്ത് വരും. അത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു പുതിയൊരു വിൻഡോ ആയിട്ട് ക്യാൻവയിൽ ഓപ്പൺ ആയി വരും. ഓക്കെ, ഇതാണ് എഡിറ്റബിൾ ഉണ്ടാകുന്നത്. ഇവിടെ നിന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചേഞ്ചസ് ചെയ്യാൻ പറ്റും. നമുക്ക് പേര് വേണമെങ്കിൽ പേര്, മൊബൈൽ നമ്പർ വേണം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് വലുതാക്കി നോക്കുക. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, എഡ്യൂക്കേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ എന്താണ് എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ നമ്മൾ ക്വാളിഫിക്കേഷനോ പ്രൊഫൈലോ എന്തൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോട്ടോ ചേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ട് ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നത്, ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കും. ഡിലീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഫോട്ടോ ഇതിപ്പോൾ ഞാൻ ഫ്രെയിമൊക്കെ ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് ഫ്രെയിമൊക്കെ ഉള്ളതാണ് ഡിലീറ്റ് ഇമേജ് ഫ്രെയിമൊക്കെ കാണിക്കുന്നത്. ചിലപ്പോൾ ഡിലീറ്റ് ഫ്രെയിം കാണത്തില്ല, ഇമേജ് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഇതിനകത്ത് ഫ്രെയിം ഉള്ളതുകൊണ്ട് ഫ്രെയിം കൂടെ കാണിക്കാം. നമുക്ക് ഫ്രെയിം ഡിലീറ്റ് ചെയ്യേണ്ട, ഇത് ഇമേജ് മാത്രം ഡിലീറ്റ് ചെയ്യാൻ. ഓക്കെ, ഡിലീറ്റ് ഇമേജ് കൊടുക്കുക. ഓക്കെ, ഡിലീറ്റ് ഇമേജ് എടുത്ത് നമുക്ക് നമ്മളെ കയ്യിലിരിക്കുന്ന ഒരു പുതിയ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ അപ്ലോഡ് ഓപ്ഷൻ ഉണ്ടാകും. അപ്ലോഡ് ഫയൽസ് ക്ലിക്ക് ആക്കുക. അപ്ലോഡ് ഫയൽ ക്ലിക്ക് ആക്കിയിട്ട് നമുക്ക് എവിടെയാണോ നമ്മളെ ഫോട്ടോ കിടക്കുന്നത്, മൊബൈലിൻ്റെ അകത്ത് അതല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ് അവിടെ സേവ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിൽ പോയിട്ട് ആ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതുകൂടെ വരും. ലെഫ്റ്റ് സൈഡ് ക്യാൻവയ്ക്കകത്ത് വരും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ നമുക്ക് വിൻഡോയിൽ വരും. അത് നമുക്ക് കറക്റ്റ് ലൊക്കേഷനിൽ പിടിച്ചാൽ കറക്റ്റ് ആ ലൊക്കേഷൻ അവിടെ ഫോട്ടോ ഫ്രെയിമിൽ കൊണ്ടിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫോട്ടോ ഫ്രെയിം സെറ്റാകും. ഓക്കെ,
ഇനി നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് വരുത്താൻ പറ്റും ഈസി ആയിട്ട്. ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് അല്ലാതെ രീതി നമ്മൾ ചെയ്യുമ്പോൾ വേർഡ് ഓപ്പൺ ചെയ്യുന്നു, വേർഡ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ കൊണ്ട് ഫോട്ടോ മാറ്റുന്നു, ഇവിടെ എഡിറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മൾ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓപ്പൺ ചെയ്തിട്ട് അടുത്ത നമ്മൾ എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. PDF ഇവിടെ കാണിക്കാൻ ഫോൾട്ടായിട്ട് PDF സ്റ്റാൻഡേർഡ് ഡൗൺലോഡ് ചെയ്യുന്നു. Yes. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കൂടി ഉൾപ്പെടുത്തുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.